നമസ്കാരം. മമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് മത്തി ചേമ്പ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു 5-6 മത്തി ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി. പിന്നെ നമുക്ക് ചേമ്പ് വേണം, പിന്നെ 5-6 ചെറിയ ഉള്ളി, 3-4 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കറിവേപ്പില, പിന്നെ കൊടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക, ചെറിയൊരു കഷ്ണം മതി, ഉലുവാപ്പൊടി, ഉപ്പ്, വെള്ളം, വെളിച്ചെണ്ണ. പിന്നെ ഇതിൻ്റെ അരപ്പിനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊരു 6-7 സ്പൂൺ തേങ്ങ ഉണ്ടാവും. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ആദ്യം നമുക്ക് ഈ ചേമ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ അരപ്പ് അരച്ചെടുക്കാം. ഈ ചേമ്പൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇതാ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ അരിഞ്ഞേക്കുന്നത്. പിന്നെ ഇഞ്ചി നീളത്തിലരിഞ്ഞു, വെളുത്തുള്ളി, പച്ചമുളക്. നമുക്കിതെല്ലാം കൂടെ ഒരു ചട്ടിയിലേക്കിടാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത്രയും വെള്ളം മതിയാവും. നമുക്കിനി ഇതൊന്ന് അടുപ്പേ വെച്ച് വേവിക്കാം. ഇതൊന്ന് ഒരു പകുതി വേഗമാകുമ്പോഴത്തേക്കും നമുക്ക് മത്തി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചേമ്പ് ഞാൻ അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ഈ ചേമ്പിലൊക്കെ മഞ്ഞൾപ്പൊടി പിടിക്കണമല്ലോ. ഇനി ഇതിവിടെ ഇരുന്ന് പകുതി ഒന്ന് വെന്താൽ മതിയാവും. ഇത് പെട്ടെന്ന് വേഗം കേട്ടോ. ചേമ്പ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് ഇത് പെട്ടെന്ന് വെന്തോളും. ഇത് വെന്ത ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. 5-6 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് നമ്മുടെ ചേമ്പൊക്കെ എന്തായെന്ന് നോക്കാം. ഒരു പകുതി വേവായിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ഈ പുളി ഇട്ട് കൊടുക്കാം. പുളി ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ ചേമ്പ് ചിലപ്പം വേകാൻ താമസം വരുവേ, ചിലപ്പോൾ വെന്തില്ലെന്നും വരും. പുളിയൊന്ന് മുറിച്ച് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിടാം. ഇതിനിടയ്ക്ക് ഞാൻ ഈ അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. നമുക്കിനി ഈ അരപ്പും കൂടി ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇച്ചിരി വെള്ളം ഒഴിക്കാം. ഇത് ഞാൻ ചൂടുവെള്ളമാണ്. ഇനി ഇതൊന്ന് നന്നായി തിളച്ചിട്ട് നമുക്കിതിലേക്ക് മത്തി കഷ്ണങ്ങളിടാം. കറിവേപ്പില ഇട്ടു. ഒന്നുകൂടി ഒന്ന് തിളച്ചിട്ട് മത്തി കഷ്ണങ്ങളിടാം. തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പ് കൂടി ഇടണം കേട്ടോ. നമുക്കിതിലേക്ക് ഇത്തിരി ഉപ്പുടിടാം. ഇനി നമുക്ക് നമ്മുടെ മത്തി കഷ്ണങ്ങളിടാം. ഇനി ഈ മത്തി നന്നായിട്ടൊന്ന് വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിനി ഇത് അടച്ചു വെക്കാം. നമ്മുടെ മത്തിക്കറി എന്തായെന്ന് നോക്കാം. ഞാൻ ഇടയ്ക്ക് 1-2 തവണ ഇത് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് മത്തി ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയില്ല, ഇത് ഈ ചേമ്പും ഇതൊക്കെ കൂടെ ഒന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മത്തിയെല്ലാം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഉലുവാപ്പൊടി ഇടാം. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഒരു ഇച്ചിരി പരിപാടി കൂടിയുണ്ട്. മീൻചട്ടി ഞാൻ ഇറക്കി വെച്ചു. ഞാൻ വേറൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഉള്ളി ഒന്ന് വറുത്തെടുക്കാം. 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മുടെ ആ ഉള്ളിയില്ലേ, അതൊക്കെ ഞാനിങ്ങനെ ചെറിയ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതിടാം ഇതിലേക്ക്.
ഇതൊന്ന് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. ഈ കറിവേപ്പില ഇടാം. ഉള്ളി മുളകൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ഇനി നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം. ഇനിയിപ്പം നമ്മുടെ കറിക്ക് അല്പം എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇത്തിരി മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചേർത്ത് ഇളക്കിയിട്ട് അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറിക്ക് ആവശ്യത്തിന് എരിവ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ചേമ്പ് മത്തിക്കറി തേങ്ങ അരച്ച് വെച്ചത് റെഡി ആയിട്ടുണ്ട്. തേങ്ങ അരയ്ക്കാതെയും ഈ കറി ഉണ്ടാക്കാം. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മീൻ കറിയുടെ. അതിൽ മീൻ കഷ്ണങ്ങൾ ഇടുന്നതിന് മുമ്പ് ചേമ്പ് വെന്ത ശേഷം മീൻ ഇട്ട് കഴിഞ്ഞാൽ അത് മത്തി മുളക് കറിയായി. അപ്പോൾ ഈ ഒരു കറി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.